കമല കമല ദേ ഈ ഗൗൺ ഇട്ടുണ്ട്. ഇന്നലെ രാത്രി അവൾ ആ റെസ്റ്റോറൻറ്റ് ഏരിയ വന്നാണ് സത്യം. ഇതൊരാളിട്ട പോലെ തോന്നുന്നില്ലല്ലോ. നീ ഇന്നലെ ഉച്ചയ്ക്ക് അവളെ പറഞ്ഞോട്ടെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഒരു നുണ പറഞ്ഞു. പക്ഷെ ഇത് സത്യമാണ്. ഓന്റെ സത്യം. രവിയേട്ടാ ഞാൻ സത്യമാണ് പറയണേ. രവിയേട്ടാ ഞാനൊന്ന് പറയട്ടെ. സഫറെ, നിന്നെ ഞങ്ങൾ അന്യനായിട്ട് കണ്ടിട്ടില്ല. എടാ, ഞങ്ങളുടെ സ്ഥലത്ത് ഒരു പെണ്ണിനെ രാത്രി കൊണ്ട് താമസിപ്പിക്കുമ്പോൾ മിനിമം ഞങ്ങളെങ്കിലും അറിയണ്ടടാ. പാടാ ഒറ്റയ്ക്ക് തിന്നാന്ന് വിചാരിച്ചോടാ. അതിനവൾ അങ്ങനെ ഒരു പെണ്ണല്ല. എങ്ങനെ? ഇപ്പോഴും അവളോടുള്ള സിമ്പതി അവന് മാറിയിട്ടില്ല. എടാ, ഇന്നലെ രാത്രി നീ വെള്ളം അടിച്ച് ഉറങ്ങിയിട്ടുണ്ടാവും. രാവിലെ കാര്യം കഴിഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റ് പോയതാവും. അതിന് കാര്യമൊന്നും നടന്നില്ല. അവൾ എന്നെ ബോധം കെടുത്തു. എങ്ങനെ? അവളുടെ മൊബൈലും ഉണ്ട്. മൊബൈൽ കൊണ്ട് ബോധം കെടുത്ത്? ഞാനും വിശ്വസിച്ചില്ല. ബോധം പോയപ്പോൾ വിശ്വാസമായി. നിങ്ങളെങ്കിലും ഒന്ന് വിശ്വസിക്കും. ആ, വിശ്വസിച്ചു. ഇനി എന്താ വേണ്ട? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. അവളുടെ ബാഗും സാധനങ്ങളൊക്കെ റൂമിലുണ്ടാ? ഒരു കുന്തവും ഇല്ല. ഫോട്ടോ എങ്കിലും കയ്യിലുണ്ടാ? ഇതിലുണ്ടായിരുന്നാണല്ലോ. ഇപ്പോൾ ഒന്നും കാണുന്നില്ല. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ്. തെളിവില്ലായിരിക്കേ അവള് ഡിലീറ്റ് ആയിട്ടായിരിക്കും പോയത്. എവിടത്തെ കാര്യടാ അവള്? കൊല്ലത്ത് വെച്ച് ആദ്യമായിട്ട് കാണുന്നത്. ഫാമിലിയായിട്ട് കൊൽക്കത്തയിൽ സെറ്റിൽഡ് ആണെന്നാണ് പറഞ്ഞത്. പറഞ്ഞു പോലും മുഴുവൻ തുണയാണ്. അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നടക്കുന്നവര് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞാലാണല്ലോ കുഴപ്പം. നിനക്ക് ഇത്തിരി കൂടി ബുദ്ധിയുണ്ടെന്ന് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. നല്ല ഒന്നാം തരം പഠിച്ച കള്ളിയാണ് അവള്. കാശ് വല്ലതും പോയിട്ടാ നോക്കടാ. ഒന്നുമില്ല. എൻ്റെ ബാഗിൽ കാശൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തൊട്ടിട്ട് പോലും ഇല്ല. നീ ഇപ്പോൾ സാമി സാറ് പറഞ്ഞ പോലെ ഷാഡ പോലീസ് വല്ല ആയിരിക്കുമോ? ആൾക്കാരെ മയക്കി കെടുത്തി നഗ്ന ഫോട്ടോ എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു ഗ്യാങ്ങിന്റെ സംഭവം ഈ അടുത്തൊരു റിസോർട്ടിൽ നടന്നിരുന്നു. നീ പറഞ്ഞ പോലുള്ള സ്മാർട്ടായ പെൺപിള്ളേരെയാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. എണീറ്റപ്പോ തുണി വല്ലതും ഉണ്ടായിരുന്നടാ? ഒന്ന് പോയേ. ഒന്ന് തിരിഞ്ഞു നോക്കിയാ വേറൊരു പോസിബിലിറ്റി ഇല്ലേ? എന്ത്? നിങ്ങൾ മൂപ്പനെ കാണാൻ പോയപ്പോൾ എൻ്റെ ഫോണിൻ്റെ റേഞ്ച് പോയി. എങ്ങനെ പോയി? നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്തോട്ട് അവൾ വണ്ടി ഓടിച്ചു അല്ലേ? നീ തെളിച്ചു പറ. എൻ്റെ ഫോണിന് റേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മൂപ്പനെ കൊണ്ട് ഇന്നലെ തന്നെ രജിസ്റ്റർ ചെയ്യിക്കായിരുന്നു. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ മുഴുവൻ പരിപാടി തെറ്റിച്ചത് അവളുടെ വരവല്ലേ? പക്ഷെ അതുകൊണ്ട് ആർക്കാക്കണം? പാപ്പച്ചന്. അത് ശരിയാണല്ലോ. ഇന്നലത്തെ പാപ്പച്ചൻ ചേട്ടൻ്റെ സംസാരത്തിൽ എന്തോ ഒരു ദുരൂഹത ഉണ്ടായിരുന്നു. പാപ്പച്ച അവളെ അയച്ചതാണെന്നാണ്? അതെങ്ങനെ? 6 മാസമായിട്ട് എനിക്ക് പരിചയമുള്ള പെണ്ണല്ലേ അവള്. ഈ ഡീലിന്റെ പണി നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ? എനിക്ക് തലപരിക്കുന്നു. നീ പറഞ്ഞത് ശരിയാ സഫ്ര. പാപ്പച്ചനും ഈ കേസും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കതൊന്നും അറിയണം. വേറൊന്നിനുമില്ല, ഒരു മനസമാധാനം. അങ്ങനെ ഇവിടുന്ന് ഒരു പെണ്ണ് വന്ന് നമ്മളെ ചുമ്മാ ഉണ്ടാക്കന്മാരൊക്കെ പോകാൻ പാടില്ല. ഞാനിപ്പോ എടാ, നീ ഇതങ്ങോട്ടാ? സസ്പെൻഷന് ചെറിയ അനക്കുണ്ടല്ലടാ. അതൊക്കെ ശരിയാക്കി 20,000-ന്റെ സർവീസും തീർത്തങ്ങ് തരും. എന്നാലും 35 കുറച്ച് കൂടുതലാ. പക്ഷെ സാധനം ക്ലാസ്സാ. വന്ന സ്ഥിതിക്ക് കൊണ്ടുവന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. പാപ്പച്ചൻ ചേട്ടൻ ആലോചിച്ച് പറഞ്ഞാൽ മതി. ആ, പണി നടക്കണം കണ്ടില്ലേ? അതിനിടയ്ക്ക് എവിടുന്ന് മറിക്കാനാ? അത് വിട്. അപ്പൊ ഇന്നലെ മൂപ്പന് മറിച്ചതോ? എങ്ങനെ മറിച്ചു എന്നാ പറഞ്ഞാ രവിനൊന്ന് പേടിപ്പിച്ചു, അത്രമാത്രം. മൂപ്പനപ്പൊ കാശ് കൊടുത്തില്ലേ? ഛേ, എനിക്ക് തലയ്ക്ക് വട്ടാണല്ലോ. ആ കാട്ടിൽ കൊണ്ട് അത്രയും പണം ഇൻവെസ്റ്റ് ചെയ്യാം. അതൊക്കെ വെറുതെ. ആ സ്ഥലത്തിന്റെ വാല്യൂ പാപ്പൻ ചേട്ടന് നന്നായിട്ട് അറിയാം. മാത്രമല്ല ചേട്ടൻ ഇന്നലെ സീരിയസ് ആയിരുന്നു. നമ്മൾ ഇന്നോ ഇന്നലെ ഒന്നും കാണാൻ തുടങ്ങിയല്ലോ പാപ്പൻ ചേട്ടൻ. നീ ആയതുകൊണ്ടുള്ള കാര്യം പറയാം. പണം കൊടുക്കാൻ ഞാൻ റെഡി ആയിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. അവന്മാരുടെ കൂട്ടത്തിൽ മറ്റവന്മാർ വന്ന് കയറിയിട്ടുണ്ട്. ഏതവന്മാർ? മറ്റേ ടീം, തല വെട്ടുന്ന ടീം. അവന്മാർ ഇവിടെ വന്ന് വെട്ടും. എനിക്കറിയാം അവന്മാർ. തല പോയിട്ട് സ്ഥലം കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടടാ.
നീ വാ, നല്ല വില കിട്ടിയത് നമുക്ക് അപ്പുറത്തുനിന്ന് ഒരു ഏക്കർ കൊടുക്കാന്നേ. വാ. നീ പെണ്ണ് ഈ പുഴയിലെങ്ങനെ മൂച്ചത്തായിരിക്കും. ഇനി ആരെങ്കിലും കൊന്നാണെങ്കിലോ? ആ സഫർ പറഞ്ഞത് മുഴുവൻ രവിയേട്ടൻ വിശ്വസിച്ചാ. ഛേ, ആകെ പുരുവാലായല്ലേ. ദേ ആ തെണ്ടി വിളിക്കുന്നു. ആ ഹലോ, എന്താടാ? പാപ്പച്ചൻ ചേട്ടൻ ഒന്നും വിട്ടു പറയുന്നില്ല. എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ഉണ്ട്. എന്നിട്ട് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. എവിടെ പോയി അന്വേഷിക്കാനാ? ഞാൻ അങ്ങോട്ട് വരാം. ആ എന്ത് പിണ്ണാക്കാണിത്? മനുഷ്യരുടെ നൂറുകൂട്ടം പ്രശ്നമായിട്ടിരിക്കുക. വേറൊരു സാധ്യതയില്ലേ? അങ്ങനെ ഒരു പെണ്ണില്ലെങ്കിലോ? എന്ത്? സഫറിനത് തോന്നിയതാണെങ്കിലോ? അവനല്ലാതെ വേറെ ആരെങ്കിലും ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല. കണ്ടിട്ടില്ല. അവൻ്റെ ഉള്ളിലെ മറ്റൊരു പേഴ്സണാലിറ്റി ആണെങ്കിലോ? ഈ കമല മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അത് ഡിസോർഡർ. പോടാ, അവൻ്റെ ഉള്ള പേഴ്സണാലിറ്റി ശരിയല്ല, പിന്നെയാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി. നീ ഒന്ന് വന്നേ. രവിയേട്ടാ! രവിയേട്ടാ! എടാ നീ കാര്യം പറയടാ. അവിടെ എടാ ഇത് അവളല്ലേ? സഫർ എവിടെ? ആ, സഫറിനെ അന്വേഷിച്ചാണ്. അപ്പൊ അവള് തന്നെ. നീ ഇന്നലെ എന്തിനാടി വന്നത്? ടിക്കറ്റ് എവിടെ? നിക്കാനല്ലോ ടിക്കറ്റ് നീ ആരാ? സത്യം പറ. ഏയ്, വാട്ട്സ് യുവർ പ്രോബ്ലം? കോടിക്കണക്കിന് രൂപയാണ് നീ കാരണം വെള്ളത്തിലായത്. എന്നിട്ട് എന്താണ്